2023 ഫെബ്രുവരിയിൽ റാസൽ കൈമയിൽ ഒരു ബിഗ് ഫാറ്റി വെഡിങ് നടക്കുകയുണ്ടായി. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 200 കോടി രൂപയായിരുന്നു. അതിൽ ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി പേർ പങ്കെടുത്തു. ആരതായിരുന്നു കല്യാണം? ചന്ദ്രശേഖർ എന്ന് പറയുന്ന മഹാരാജ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പിന്റെ പ്രൊമോട്ടറായിരുന്ന വ്യക്തിയുടെ മകന്റെ വിവാഹമായിരുന്നു അത്. അതുവഴി ഒരു മൾട്ടി സെറമണീസ് ഉൾപ്പെടെയുള്ള ഒരു വലിയ കല്യാണം. മാസങ്ങൾക്ക് ശേഷം EDയുടെ പ്രോബ് വരികയാണ്, ഇൻവെസ്റ്റിഗേഷൻ വരികയാണ്. അതിലൂടെ തെളിഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓൺലൈൻ ബെറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് യൂസേഴ്സിന് ഗാംബ്ലിംഗ് നടത്താനുള്ള പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഇവർ ഈ കല്യാണം വഴി ഇവർ പേയ്മെന്റ് നടത്തിയിട്ടുള്ള, അത് ഇപ്പോൾ വെഡിങ് പ്ലാനേഴ്സിനായിക്കോട്ടെ മറ്റുള്ള ആൾക്കാർക്കായിക്കോട്ടെ, പേയ്മെന്റ് നടത്തിയത് മൊത്തം ക്യാഷ് ആയിട്ടായിരുന്നു, അതും ഹവാല ചാനൽസ് വഴി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം ഇവർ എങ്ങനെയായിരിക്കും ഇതിന്റെ ഇന്റൻഷൻസ്, ഇതിലത്തെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ പൈസയുടെ ഫ്ലോ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇനി ഇവിടെ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്സ്, മാരേജ് ഗിഫ്റ്റ്സ്, ഗിഫ്റ്റ് ഡീഡുകൾ, ടാക്സ് ഇൻവേഷൻസ്, ഇതിനെ പറ്റിയൊക്കെ ബ്ലാക്ക് മണീസ്, അവിടെയാണ് നമ്മൾ കേൾക്കുന്ന ഒരു പുതിയ വാക്ക് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തും ഉൾപ്പെടാം. അതായത് ഇപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ലാൻഡ്, മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ജ്വല്ലറി, ക്യാഷ്, ചെക്ക്, എനിത്തിങ്, ഈവൻ ഷെയർസ്. ഇനി ആസ് പെർ സെക്ഷൻ 56 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്, മാരേജിന് ലഭിക്കുന്ന ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത് ടാക്സിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. ടാക്സിൽ അത് ഉൾപ്പെടില്ല. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതിനിപ്പോൾ എന്തുമാവാം, അത് മാരേജ് സെറമണീസിന്റെ ഏത് പാർട്ടിലും, ഈവൺ ഇഫ് മെഹന്തി, ഗർബ ഓർ സംഗീത്, എനി നൈറ്റ്, മാരേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സെറമണീസിലും ലഭിക്കുന്ന ഗിഫ്റ്റുകൾ ടാക്സിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. ഇവിടെയാണ് ഇപ്പോ ഇന്ത്യയിൽ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന, ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു വിവാഹം നടക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന ടാക്സ് ഇൻവേഷൻസിലും സെക്ഷൻ 56ന്റെ പ്രാധാന്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യൻസിനെ സംബന്ധിച്ച് കല്യാണം എന്ന് പറയുന്നത് നമ്മൾ എഡ്യൂക്കേഷന് സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഇരട്ടിയാണ് നമ്മൾ കല്യാണത്തിന് സ്പെൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു ശരാശരി മനുഷ്യന് 2 കോടിയാണ് ആനുവൽ ഇൻകം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ 25 തൊട്ട് 30 ലക്ഷം രൂപ വരെ ആള് കല്യാണത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. ഇങ്ങനെ ഇന്ത്യയിൽ നടക്കുന്ന വിവാഹങ്ങൾ എന്ന് പറയുന്നത് 80 ലക്ഷം തൊട്ട് 1 കോടി വരെയുള്ള വിവാഹങ്ങളാണ് ആനുവലി നടക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള ചൈനയിൽ നോക്കുകയാണെങ്കിൽ 75 ലക്ഷം, അതുപോലെ തന്നെ US നോക്കുകയാണെങ്കിൽ 25 ലക്ഷം. ഇനി ഇതിൽ ഉണ്ടാവുന്ന ഡിസ്പ്രപ്പോർഷനാലിറ്റി, അതായത് നമ്മളുടെ വരവിനെക്കാട്ടി നമ്മൾ ചെലവ് ചെയ്യുക കല്യാണങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ചെയ്യുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇനി നമ്മുടെ പോവർട്ടി ഇൻഡെക്സ് ഒന്ന് നോക്കാം, അതായത് റാങ്കിങ് ഒന്ന് നോക്കാം, ഇന്ത്യ എത്രത്തോളം പിറകിലോട്ടാണെന്ന്. അപ്പൊ ചിലർ പറയും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായില്ലേ. എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് ഉണ്ടായത്? നമ്മുടെ മൊത്തം സമൂഹത്തിൽ വെറും 5% ആളുകൾക്കാണ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് ആസ് പെർ സ്റ്റാറ്റിസ്റ്റിക്സ്. അവര് ഗ്രോത്ത് ഉണ്ടാക്കി, അവര് അതുകൊണ്ട് തന്നെ കല്യാണം നടത്തുന്നുണ്ട്. സോ ഇനി നമുക്ക് തീരുമാനിക്കാം, ഇതാണോ ഒരു ജസ്റ്റിസ്, അല്ലെങ്കിൽ ഇതാണോ ഒരു ഡെമോക്രസി? അതുപോലെ തന്നെ ഇങ്ങനത്തെ ഫാറ്റി വെഡ്ഡിങ്സിൽ മതിമറന്ന് ലയിച്ച് അതിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യണോ, അതോ അതിൻ്റെ പിറകിൽ നടക്കുന്ന പൊളിറ്റിക്സ് എന്താണ്, ഇൻവേഷൻസ് എന്താണ്, അൺജസ്റ്റിസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ബോധവാന്മാരായിട്ട് നിൽക്കണോ എന്നുള്ളത്. വേറൊരു എത്തിനോട്ടം എപ്പിസോഡുമായിട്ട് തിരിച്ചു വരുന്നവരെ ടിൽ ദെൻ ബൈ.